അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, മോശം സ്വഭാവമുള്ള സ്ത്രീകളുടെ 6 ലക്ഷണങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇസ്ലാം സ്ത്രീയെ വളരെ മഹത്വപ്പെടുത്തിയൊരു മതമാണ്. ഒരു നല്ല സ്ത്രീ ഒരു കുടുംബത്തിൻ്റെ പ്രകാശമാണ്, ഒരു സമൂഹത്തിൻ്റെ അടിത്തറയാണ്, ഒരു ഉമ്മത്തിൻ്റെ വിജയത്തിൻ്റെ കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ഒരു നല്ല സ്ത്രീയാണ് എന്ന്. പക്ഷേ അതേ സമയം ചില മോശം സ്വഭാവങ്ങൾ ഒരു സ്ത്രീയിൽ ഉണ്ടായാൽ അത് ആ വീട്ടിലെ സമാധാനവും സന്തോഷവും ബറക്കത്തും ഇല്ലാതാക്കും. ഭർത്താവിനെയും മക്കളെയും കുടുംബത്തെയും അത് ബാധിക്കുകയും ചെയ്യും. ഇന്ന് നാം സംസാരിക്കുന്നത് മോശം സ്വഭാവമുള്ള സ്ത്രീകളുടെ 6 ലക്ഷണങ്ങളാണ്. ഇത് സ്ത്രീകളെ താഴ്ത്തി കാണിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഓരോരുത്തരും സ്വന്തം സ്വഭാവം തിരുത്താൻ വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഒന്നാമത്തെ ദുസ്വഭാവം, ഭൗതിക സുഖങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന സ്ത്രീ. ചില സ്ത്രീകൾക്ക് സ്നേഹത്തെക്കാൾ പണം പ്രധാനമാണ്, സമാധാനത്തെക്കാൾ ആഡംബരം പ്രധാനമാണ്. വീട് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കാതെ ഇത് വേണം അത് വേണം എന്ന ആവശ്യങ്ങൾ മാത്രം. ഇത്തരം മനോഭാവം ഭർത്താവിനെ മാനസികമായി തകർക്കും. ഒരു നല്ല സ്ത്രീ ഭർത്താവിൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നവളായിരിക്കും. കുറവുകൾക്കിടയിലും സന്തോഷത്തോടെ ജീവിക്കാൻ അറിയുന്നവളായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ലാളിത്യത്തിൽ ജീവിച്ചവരായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. ഇനി രണ്ടാമത്തെ ദുസ്വഭാവം, എപ്പോഴും അപമാനിക്കുകയും പരുഷമായി സംസാരിക്കുകയും ചെയ്യുന്ന സ്ത്രീ. വാക്കുകൾ കൊണ്ട് വീട് സ്വർഗമാക്കാനും നരകമാക്കാനും കഴിയും. ഭർത്താവിനെ ബഹുമാനിക്കാതെ മുതിർന്നവരോട് കടുപ്പമായി സംസാരിച്ച് എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ, അവൾ വീടിൻ്റെ സമാധാനം തകർക്കുന്നവളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനുഷ്യരിൽ ഏറ്റവും നല്ലവർ അവരുടെ കുടുംബത്തോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവരാണ് എന്ന്. ഒരു സ്ത്രീയുടെ സൗമ്യതയാണ് വീടിൻ്റെ സൗന്ദര്യം. ഇനി മൂന്നാമത്തെ ദുസ്വഭാവം, നുണ പറയുന്ന സ്ത്രീയാണ്. വിശ്വാസമില്ലാത്ത വീട്ടിൽ സമാധാനമുണ്ടാകുകയില്ല. ചെറിയ കാര്യങ്ങളിൽ പോലും നുണ പറയുന്ന സ്ത്രീ ഭർത്താവിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തും. ഇസ്ലാം സത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന മതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സത്യം നന്മയിലേക്ക് നയിക്കും, നുണ ദുഷ്പ്രവൃത്തിയിലേക്കും നയിക്കും. ഭാര്യയുടെ ഏറ്റവും വലിയ ആഭരണമാണ് സത്യസന്ധത. ഇനി നാലാമത്തെ ദുസ്വഭാവം, വഞ്ചനയും ചതിയും ചെയ്യുന്ന സ്ത്രീയാണ്. സ്വാർത്ഥതയ്ക്കായി ഭർത്താവിനെയും കുടുംബത്തെയും ചതിക്കുന്ന സ്വഭാവം വളരെ അപകടകരമാണ്. ഭർത്താവിൻ്റെ വിശ്വാസത്തെ വഞ്ചിക്കുക, മറച്ചു വെച്ച് കാര്യങ്ങൾ ചെയ്യുക, ഇരട്ടമുഖ ജീവിതം നയിക്കുക, ഇത് കുടുംബത്തെ തകർത്തു കളയുന്ന ജീവിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഞ്ചിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. ഒരു വിശ്വാസിനിയായ സ്ത്രീ വിശ്വസ്തയായിരിക്കും. ഇനി അഞ്ചാമത്തെ ദുസ്വഭാവം, അത്യാഗ്രഹവും വീടിൻ്റെ രഹസ്യങ്ങൾ പുറത്തു പറയുന്നതുമാണ്. എത്ര ലഭിച്ചാലും മതിയാകാത്ത മനസ്സ് ഒരിക്കലും സമാധാനം കണ്ടെത്തുകയില്ല. അത്യാഗ്രഹം കുടുംബത്തെ തകർക്കും. അതുപോലെ വീട്ടിലെ രഹസ്യങ്ങൾ പുറത്തു പറയുന്ന സ്ത്രീ വലിയ ഫിത്നക്ക് കാരണമാകും. ഇന്ന് പല കുടുംബങ്ങളും തകരുന്നത് പുറത്തുള്ളവരുടെ അനാവശ്യ ഇടപെടലുകൾ കൊണ്ടാണ്. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സ്വകാര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇനി ആറാമത്തെ ദുസ്വഭാവം, വിവേകവും മൂല്യബോധവും ഇല്ലാത്ത സ്ത്രീയാണ്. വിദ്യാഭ്യാസം എന്നത് ഡിഗ്രി മാത്രമല്ല, അത് വിവേകം, ദീന്, അഖ്ലാഖ്, ഉത്തരവാദിത്വം, ഇതൊക്കെയാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. വിവേകമില്ലാത്ത സ്ത്രീ പണം ദൂർത്തടിക്കും. മക്കൾക്ക് നല്ല സംസ്കാരം നൽകാൻ കഴിയില്ല. ചെറിയ കാര്യങ്ങൾ കൊണ്ടുപോലും കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് വിവാഹത്തിൽ സൗന്ദര്യത്തെക്കാൾ ദീനും സ്വഭാവവുമാണ് പ്രധാനമെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരു നല്ല സ്ത്രീ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അവൾ ഭർത്താവിന് സമാധാനമാണ്, മക്കൾക്ക് മാതൃകയാണ്, സമൂഹത്തിന് അഭിമാനമാണ്. അതുകൊണ്ട് ഓരോ സ്ത്രീയും സ്വയം ചോദിക്കണം, എൻ്റെ സ്വഭാവം എൻ്റെ വീട്ടിൽ സമാധാനം നൽകുന്നുണ്ടോ, അല്ലെങ്കിൽ അശാന്തിയാണോ സൃഷ്ടിക്കുന്നത്? നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സൽസ്വഭാവം നൽകി അനുഗ്രഹിക്കട്ടെ. സ്വാലിഹീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.